വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലാഖറിന്റെ ഇന്ത്യ സന്ദർശനം ഈ നാളുകളിൽ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നു. വിദേശ രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധങ്ങൾക്കായുള്ള വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ സെക്രട്ടറി എന്ന നിലയിലും ഈ സന്ദർശനം പ്രാധാന്യമർഹിക്കുന്നു. പരിശുദ്ധ സിംഹാസനവും ഇന്ത്യ രാജ്യവും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ബന്ധങ്ങൾ ഏകീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുമ്പ് തന്നെ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിരുന്നു. ജൂലൈ 13 തീയതി ആരംഭിച്ച സന്ദർശനം ജൂലൈ 19 ശനിയാഴ്ച വരെയാണ് ഉണ്ടാവുക. തിരുവനന്തപുരം സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഭാഷണ മധ്യേ ആർച്ച് ബിഷപ്പ് ഗല്ലാഖർ ഇങ്ങനെ പറഞ്ഞു. അപ്പസ്തോലിക പാരമ്പര്യത്തിലൂന്നിയ മലങ്കര സഭ നൂറ്റാണ്ടുകളായി വിദ്യാഭ്യാസ, ആധ്യാത്മിക, ശുശ്രൂഷ മേഖലകളിൽ ചെയ്യുന്ന സേവനങ്ങൾ അഭിനന്ദനാർഹമാണ്. മലങ്കര സഭ നാളിതുവരെ ചെയ്തു പോന്നതും ഇനിയും തുടരേണ്ടതുമായ ശുശ്രൂഷകളുടെ പ്രാധാന്യവും ആർച്ച് ബിഷപ്പ് ഗല്ലാഖർ അനുസ്മരിച്ചു. പ്രാർത്ഥനയിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും ത്യാഗപ്രവർത്തനങ്ങളിലൂടെയും നിങ്ങളുടെ പൂർവികർ അനേകരുടെ ജീവിതത്തെയും സമൂഹങ്ങളെയും രൂപപ്പെടുത്തുന്ന ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. പൂർവികർ അവശേഷിപ്പിച്ചു പോയ നല്ല കാര്യങ്ങളും സ്ഥാപനങ്ങളും ഏറ്റെടുക്കുക മാത്രമല്ല, അവരെ പോലെ ശുശ്രൂഷകൾ തുടരുക കൂടി വേണം എന്നും അദ്ദേഹം പറഞ്ഞു. മലങ്കര ദൈവശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് തറക്കല്ലിട്ട അവസരത്തിൽ നടത്തിയ പ്രഭാഷണ മധ്യയാണ് ഈ കാര്യങ്ങൾ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് അനുസ്മരിച്ചത്. മലങ്കര ദൈവശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വരും തലമുറകളോടുള്ള സഭയുടെ ഉത്തരവാദിത്തത്തിന്റെ പ്രകടമായ ഒരു പ്രഖ്യാപനമാണെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും തങ്ങളുടേതായ ഇടം കണ്ടെത്താൻ സാധിക്കുന്നതും നീതിയും കരുണയും ഒരുമിച്ച് വാഴുന്നതും ദൈവം തങ്ങൾക്ക് നൽകിയ കഴിവുകളെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതുമായ ഒരിടമായിരിക്കണം ഈ സ്ഥാപനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2021 നരേന്ദ്രമോദി വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചതിന് പിന്നാലെ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലാഖറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യൻ ജനസംഖ്യയുടെ 2% മാത്രമാണ് കത്തോലിക്ക സഭയെങ്കിലും 23 ദശലക്ഷത്തിലധികം വിശ്വാസികൾ ഉൾപ്പെടുന്നതാണ് ഭാരത കത്തോലിക്ക സഭ. ഭാരത കത്തോലിക്ക സഭ പ്രത്യാശയുടെ അടയാളമാണ് എന്നാണ് ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഫ്രാൻസിസ് പാപ്പയുടെ വലിയ ആഗ്രഹമായിരുന്നു ഭാരത സന്ദർശനം. നിരവധി വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെങ്കിലും അത് യാഥാർത്ഥ്യമാകാതെ പോയി. ലയോ 14 പാപ്പയുടെ സ്ഥാനാരോഹണത്തിന് ശേഷം വത്തിക്കാന്റെ ഉന്നത പദവിയിലുള്ള കർദിനാൾ ആദ്യമായി നടത്തുന്ന ഭാരത സന്ദർശനം എന്ന പ്രത്യേകത ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡിന്റെ സന്ദർശനത്തിനുണ്ട്. ഇന്ത്യയും വത്തിക്കാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ഭാഗമായും ആർച്ച് ബിഷപ്പ് ഗല്ലാഖറിന്റെ സന്ദർശനത്തെ കാണാം. ലയോ പാപ്പയുടെ ഇന്ത്യ സന്ദർശനവും വിദൂരമല്ല എന്ന സാധ്യതയും ഇവിടെ തള്ളിക്കളയാനാവില്ല.